നമസ്തേ. സനാതനധർമ്മമാർഗത്തിലെ ഹിന്ദുധർമ്മമാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം. ഞാൻ കുടവട്ടൂർ വാമനൻ നമ്പൂതിരി, കൊട്ടാരക്കര. എല്ലാ ഞായറാഴ്ചയും നടത്തി വരാറുള്ള കഥാർണവം, കഥയുള്ള കഥകൾ, അതിൻ്റെ 6ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കഥയെന്ന് പറയുന്നത് പ്രസിദ്ധനായ ശിബി ചക്രവർത്തിയുടെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ ത്യാഗം വളരെ പ്രസിദ്ധമാണ്. തൻ്റെ രാജ്യത്തെ പ്രജകളെപ്പോലെ തന്നെ പക്ഷിമൃഗാദികളെയും ഒക്കെ പരിപാലിക്കുന്നതിൽ ബദ്ധശ്രദ്ധനായ, ത്യാഗോജ്വലമായ ഒരു ജീവിതം നയിച്ച ഒരു ഉത്തമ ഭരണാധികാരിയാണ് ശിബി ചക്രവർത്തി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ത്യാഗമനോഭാവം എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കഥയാണ് ഇന്നത്തേത്. ഭരണാധികാരികൾ എത്രത്തോളം പ്രജാക്ഷേമ തൽപരനായിരിക്കണം എന്ന ചിന്ത ഇത് നമ്മിൽ ഉണർത്തുന്നു. അത് മനുഷ്യരോട് മാത്രമല്ല, സഹജീവികളോടും ഉള്ള ക്ഷേമ തൽപരതയിൽ എത്രമാത്രമായിരിക്കണമെന്ന് ഈ കഥ നമ്മെ ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പരുന്തും പ്രാവുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഒരിക്കൽ ഒരു പരുന്തിനെ പേടിച്ചുകൊണ്ട് ഒരു പ്രാവ് ചക്രവർത്തിയുടെ സിംഹാസനത്തിൻ്റെ തൊട്ടു താഴെയായിട്ട് വന്നു വീണു. ആ പ്രാവിൻ്റെ പുറകിൽ പരുന്തുണ്ടായിരുന്നു. ഇത് കണ്ട് രാജാവ് വളരെയധികം അത്ഭുതത്തോടു കൂടി, അല്പം ഞെട്ടലോടും കൂടിയാണ് അദ്ദേഹം ഇത് കണ്ടത് എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. അപ്പോൾ പ്രാവ് പറഞ്ഞു, അല്ലയോ രാജാവേ, എന്നെ രക്ഷിക്കണം, ദുഷ്ടനായ ഒരു പരുന്ത് എന്നെ തിന്നാനായിട്ട് ഇതാ പാഞ്ഞു വരുന്നുണ്ട്. മറ്റെങ്ങും ഒരു ആശ്രയം കാണാഞ്ഞ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് ഓടി വന്നതാണ്, അതുകൊണ്ട് അങ്ങ് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. പരുന്തിൻ്റെ വായിലേക്ക് അങ്ങനെ വിട്ടു കൊടുക്കരുത് എന്ന് ദയനീയമായി ആ പ്രാവ് യാചിക്കുകയുണ്ടായി. ഈ ദയനീയമായ അപേക്ഷ കേട്ട് ശിബി ചക്രവർത്തിയുടെ മനസ്സലിഞ്ഞു. അതിൻ്റെ ആ പ്രാവിൻ്റെ പേടിച്ചരണ്ട നോട്ടവും ആ വിറയൽ ഭാവവും ഒക്കെ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം ത്യാഗബുദ്ധിയിലും ധർമ്മബോധത്തിലും ലോകപ്രസിദ്ധനാണ് ശിബി ചക്രവർത്തി. മൂന്ന് ലോകങ്ങളിലും ശിബിയെപ്പോലെ ത്യാഗധർമ്മങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന മറ്റൊരു രാജാവ് ഇല്ലെന്ന് തന്നെ പറയാം. പരമ ദുഃഖത്തിൻ്റെ മുമ്പിൽ എന്തും പരിത്യജിക്കാൻ കഴിവുള്ള ചക്രവർത്തിയാണ് ശിബി ചക്രവർത്തി. അങ്ങനെ പ്രാവിനെ ആശ്വസിപ്പിക്കാനായിട്ട് തുടങ്ങുന്നതിന് മുൻപേ ശിബിയുടെ മുൻപാകെ പരുന്ത് പറന്നു വന്ന് അപേക്ഷിച്ചു, രാജാവേ, ഞാൻ ഓടിച്ചു കൊണ്ടുവന്ന പ്രാവ് എൻ്റെ ഇരയാണ്. അതിനെ അങ്ങ് ധർമ്മത്തിൻ്റെ പേരിൽ രക്ഷിക്കരുത്. രക്ഷിക്കുന്ന പക്ഷം ഭക്ഷണസാധനം നിഷേധിച്ചാൽ ഉണ്ടാകാവുന്ന പാപമാണ് അങ്ങേക്കുണ്ടാവുക. ധർമ്മിഷ്ഠനായ അങ്ങ് അധർമ്മം പ്രവർത്തിച്ചതായിട്ടും ലോകം കണക്കാക്കും. ഇത് കേട്ടപ്പോൾ രാജാവ് ആകെ വിഷമിച്ചു. ഒരു വശത്ത് ശരണാർത്ഥിയായ പ്രാവ്, മറുവശത്ത് ഭക്ഷണാർത്ഥിയായ പരുന്ത്. എന്താണ് ചെയ്യേണ്ടത്? രാജാവ് പരുന്തിനോട് വളരെ അനുനയപൂർവ്വം പറഞ്ഞു, നിന്നെ പേടിച്ച് എന്നെ ശരണം പ്രാപിച്ച ഈ പ്രാവിനെ എങ്ങനെയാണ് ഞാൻ കൈവെടിയുന്നത്? പ്രാണഭയം കൊണ്ടല്ലേ ഇവൻ എന്നെ ശരണം പ്രാപിച്ചത്. ഇവന് ആശ്രയം നൽകാതിരിക്കുന്നതാണ് ധർമ്മമെന്ന് നീ എന്തുകൊണ്ടാണ് പറയുന്നത്? ഈ പ്രാവിനെ നീ ഒന്ന് നോക്കൂ, അമ്പരന്ന് വിറയ്ക്കുന്നത് കണ്ടില്ലേ? ജീവൻ രക്ഷിക്കാനല്ലേ ഇവൻ എൻ്റെ അടുത്ത് വന്നത്. ഇവനെ ഉപേക്ഷിക്കുന്നത് എത്രയോ നിന്ദ്യമായ കർമ്മമാണ്. ബ്രഹ്മഹത്യ ചെയ്യുന്നവനും അമ്മയെയും പശുവിനെയും കൊല്ലുന്നവനും ആശ്രിതന്മാരെ ഉപേക്ഷിക്കുന്നവനുമുള്ള പാപത്തിന് തുല്യമാണ് ഇത്. ശിബിയുടെ ധർമ്മോപദേശം കേട്ടപ്പോൾ പരുന്ത് മറുപടി പറഞ്ഞു, രാജാവേ, അങ്ങ് പറഞ്ഞത് ശരിയല്ല. ഈ കാണായ ജീവജാലങ്ങളൊക്കെ ആഹാരത്തിലാണ് വളരുന്നതും പുലരുന്നതുമൊക്കെ. ആഹാരമില്ലാഞ്ഞാൽ ഒന്നും വളരുന്നില്ല, പുലരുന്നില്ല. ഏത് സമ്പത്ത് ഉപേക്ഷിച്ചാലും ജീവിക്കാൻ സാധിക്കും, പക്ഷേ ആഹാരം ഉപേക്ഷിച്ചാൽ ജീവിക്കാൻ സാധിക്കുമോ? എൻ്റെ തീറ്റ കിട്ടാതെ വന്നാൽ ഞാൻ മരിച്ചു പോകും. ഞാൻ മരിച്ചാലോ എൻ്റെ ഭാര്യയും കുട്ടികളും ആഹാരം ലഭിക്കാതെ ചത്തൊടുങ്ങും. അങ്ങ് ഇന്ന് ഈ പ്രാവിനെ രക്ഷിക്കുന്ന പക്ഷം പല ജീവികൾക്കാണ് വിനാശം സംഭവിക്കുക.
അത് ധർമ്മമാണോ? ധർമ്മമാകുമോ? ഒരു ധർമ്മം ചെയ്യുമ്പോൾ മറ്റൊരു അധർമ്മം ഉണ്ടാകുമെങ്കിൽ അത് ശരിയായ ധർമ്മമാവുകയില്ല. അതുകൊണ്ട് ധർമ്മവും അധർമ്മവും വകതിരിക്കേണ്ടത് ഗുരുലഘുത്വം അനുസരിച്ചായിരിക്കണം. അങ്ങ് ആ വഴിക്ക് വേണം ചിന്തിക്കാനും പ്രവർത്തിക്കാനും. പരുന്തിൻ്റെ ധർമ്മപ്രസംഗം കേട്ട് രാജാവ് അത്ഭുതത്തോടുകൂടി ഇങ്ങനെ പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം മംഗളകരമായ കാര്യങ്ങളാണ്. ധർമ്മത്തെപ്പറ്റി നിനക്ക് നല്ല വിവരമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ യുക്തിയുക്തമായിട്ട് ആണ് നീ ധർമ്മത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഇത്രയൊക്കെ കാര്യജ്ഞാനമുള്ള നീ അഭയം തേടി വന്ന പ്രാവിനെ വിട്ടുതരണമെന്ന് ശഠിക്കുന്നത് എന്തുകൊണ്ടാണ്? നിനക്ക് ഭക്ഷണമാണ് ആവശ്യമെങ്കിൽ ഇതിനേക്കാൾ മികച്ച സാധനങ്ങൾ ഞാൻ തരാം. കാളയോ പോത്തോ പന്നിയോ മാനോ എന്തു വേണമെങ്കിലും. കൂടാതെ മറ്റു വല്ലതുമാണ് വേണ്ടതെങ്കിൽ പറഞ്ഞാൽ അതും ഞാൻ തരാം. ഇപ്പം രാജാവ് പറഞ്ഞു നിർത്തിയപ്പോൾ പരുന്ത് വീണ്ടും പറഞ്ഞു തുടങ്ങി, രാജാവേ, അങ്ങ് എണ്ണി എണ്ണി പറഞ്ഞ ജന്തുക്കളെ ഒന്നും ഞാൻ തിന്നാറില്ല. അതൊന്നും എനിക്ക് ആവശ്യവുമില്ല. എനിക്ക് ദൈവം വിധിച്ച ഭക്ഷ്യം ഈ പ്രാവ് തന്നെയാണ്. പരുന്ത് പ്രാവിനെ തിന്നുക എന്നത് പണ്ടേ നടപ്പുള്ള ഒരു കാര്യവുമാണ്. അതുകൊണ്ട് അങ്ങ് പ്രാവിനെ എനിക്ക് വിട്ടുതരിക. കഴമ്പേതുമില്ലാത്ത ധർമ്മത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. പരുന്തിൻ്റെ യുക്തിവാദം കേട്ടിട്ടും രാജാവ് ഇളകാതെ തന്നെ മറുപടി പറഞ്ഞു, അല്ലയോ പക്ഷിശ്രേഷ്ഠ, ശിബിയായ എൻ്റെ സമ്പന്നമായ ഈ രാജ്യം നിനക്ക് ഞാൻ നൽകാം. മാത്രമല്ല നീ ആഗ്രഹിക്കുന്നത് എന്തും ഞാൻ നൽകാം, ശരണം പ്രാപിച്ച ഈ പ്രാവിനെ ഒഴികെ. എന്ത് തന്നാൽ നീ ഈ സാധുവായ പ്രാവിനെ വിടുമോ? നീ പറഞ്ഞാൽ മതി, അത് ഞാൻ തരാൻ സന്നദ്ധനാണ്. എന്നാലും ഞാൻ ഈ പ്രാവിനെ കൈവിടുകയില്ല. ശിബിയുടെ വാക്ക് കേട്ട് പരുന്ത് വീണ്ടും പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങേക്ക് പ്രാവിനോട് ഇത്രയും താല്പര്യമാണെങ്കിൽ അങ്ങൊരു കാര്യം ചെയ്യാം. പ്രാവിൻ്റെ തൂക്കത്തിനൊപ്പം മാംസം അങ്ങയുടെ ശരീരത്തിൽ നിന്ന് അറുത്തു തരിക. അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടാം. ഇത് കേട്ട് രാജാവ് പറഞ്ഞു, ശരി, നിന്റെ ആവശ്യം അനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ മാംസം അറുത്ത് തൂക്കിത്തരാൻ ഞാൻ സന്നദ്ധനാണ്. അപ്പം അങ്ങനെ രാജാവ് തൻ്റെ മാംസം അറുത്തെടുത്ത് പ്രാവിനൊപ്പം വെച്ച് തൂക്കി നോക്കി. പക്ഷേ തൂക്കി നോക്കിയപ്പോൾ പ്രാവിനാണ് അധികം തൂക്കം കണ്ടത്. തൂക്കമൊപ്പിക്കാൻ വീണ്ടും ശരീരത്തിൽ നിന്ന് മാംസം അറുത്തെടുത്ത് ത്രാസിൽ വെച്ചു. അപ്പോഴും തൂക്കം ഒക്കുന്നില്ല. പ്രാവിന് തന്നെ. ശിബി വീണ്ടും വീണ്ടും മാംസം അറുത്തെടുത്ത് വെച്ചു. ഒന്നും ശരിയാകുന്നതായിട്ട് കാണുന്നില്ല. ഒടുവിൽ രാജാവ് മാംസം വാർന്നെടുത്തതാണെങ്കിലും തൻ്റെ ശരീരത്തോടുകൂടി ത്രാസിൻ്റെ തട്ടിൽ കയറിയിരുന്നു. അങ്ങനെ പ്രാവിൻ്റെ തൂക്കം ഒപ്പിക്കാനായിട്ട്. ഇത് കണ്ടിട്ട്, അതായത് ലോകത്തെ അമ്പരിപ്പിക്കുന്ന ഈ ആത്മത്യാഗത്തിൻ്റെ മുമ്പിൽ ഭക്ഷണാർത്ഥിയായി വന്ന് വാശി പിടിച്ചു നിന്ന പരുന്ത് അടിമപ്പെട്ടു പോയി എന്ന് തന്നെ പറയാം. എന്തൊരു ഉജ്ജ്വലമായ ത്യാഗമാണിത് എന്ന് പരുന്ത് ചിന്തിച്ചു. അങ്ങനെ പ്രാവിന് വേണ്ടി സ്വന്തം ജീവൻ സ്വയം ആഹൂതി ചെയ്യാൻ രാജാവ് തയ്യാറായി എന്നുള്ളതാണ്. അത്ഭുതപരതന്ത്രനായ പരുന്ത് രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു, ത്യാഗമൂർത്തിയായ രാജാവേ, അങ്ങ് മനസ്സിലാക്കുക, ഞാൻ വെറും പരുന്തല്ല, ഇന്ദ്രനാണ്. പരുന്തിൻ്റെ വടിവെടുത്ത് വന്നു എന്നേ ഉള്ളൂ. ഈ പ്രാവുണ്ടല്ലോ, ഇദ്ദേഹം അഗ്നിദേവനാണ്, വെറും പ്രാവല്ല. ഞങ്ങൾ നിൻ്റെ ധർമ്മനിഷ്ഠ എത്രമാത്രമെന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. അതിൽ അങ്ങ് വിജയിച്ചിരിക്കുന്നു. ലോകമുള്ള കാലത്തോളം അങ്ങയുടെ ത്യാഗകഥ നിലനിൽക്കും. അങ്ങനെ പറഞ്ഞ് ശിബിയെ അനുഗ്രഹിച്ചിട്ട് പരുന്തും പ്രാവും അവിടെ നിന്ന് അന്തർധാനം ചെയ്തു. ഒപ്പം ഈ കഥയും ഭാരത ചരിത്രത്തിൽ ശിബിയുടെ നാമം അനശ്വരമാക്കി നിലനിർത്തുന്ന ഒരു കഥയായിട്ട് മാറുകയും ചെയ്തു. ഇവിടെ കഥയുടെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ, ഒരു ഭരണാധികാരി തൻ്റെ പ്രജകളോട്, അവിടെ മനുഷ്യ സമൂഹമല്ല, തൻ്റെ ചുറ്റുപാടുമുള്ള തൻ്റെ രാജ്യത്തെ സഹജീവികളോട് എത്രമാത്രം കരുണാർദ്രമായിരിക്കണം, അവരെ സംരക്ഷിക്കുന്നതിൽ എത്രമാത്രം ശ്രദ്ധനായിരിക്കണം എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം ഭരണാധികാരികളാണ് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളത്. ഇത്തരം ഭരണാധികാരികൾ ധർമ്മത്തെ പുലുകി നിൽക്കുമ്പോൾ രാജ്യം അത്യുന്നതിയെ പ്രാപിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
കാരണം യഥാ രാജ തഥാ പ്രജ എന്നാണല്ലോ. എപ്രകാരമാണോ രാജാവ് അപ്രകാരമാണ് പ്രജകളും. ചുരുക്കത്തിൽ രാജാവിനെ കണ്ടാണ് പ്രജകൾ പഠിക്കേണ്ടത് എന്ന താല്പര്യത്തെ ഈ കഥ അടിവരയിട്ട് ഉറപ്പിക്കുന്നു. തീർച്ചയായിട്ടും അനനുകരണീയമായ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ശിബി ചക്രവർത്തി എന്ന് ഈ കഥ നമ്മളെ ബോധിപ്പിക്കുന്നു. ഇത്തരം ചിന്തകൾ ഭാരതീയമായ സംസ്കാരത്തിൻ്റെ വേരുകൾ തന്നെയാണ് എന്നും നമുക്ക് അഭിമാനിക്കാം. ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കഥയുടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.